തിരുവനന്തപുരം മാരിനാട് മോഹനൻ തിരോധാനത്തിൽ കരകുളമാറ്റിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. 6 വർഷം മുൻപ് മോഹനനെ കാണാതായി എടുത്താണ് പരിശോധന നടത്തിയത്. ഒരാഴ്ച മുൻപ് കുഴിച്ചിട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥലത്ത് പരിശോധന. 2020 മെയ് 8-നാണ് തിരുവനന്തപുരം കരകുളത്ത് നിന്നും മാരിനാട് സ്വദേശി മോഹനനെ കാണാതാകുന്നത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മോഹനന്റെ കയ്യിൽ സംഭവ സമയത്ത് 50 പവൻ സ്വർണവും 62,000 രൂപയും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, മോഹനൻ തിരോധാനത്തിൽ കഴിഞ്ഞ 5.5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു തുമ്പുമില്ല. മോഹനനെ അപായപ്പെടുത്തിയതാണോ? ആരാണതിന് പിന്നിൽ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ആറ്റിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപ് സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതെന്തെങ്കിലും സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം? എന്താണ് ഇന്നത്തെ പരിശോധനയിൽ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, 2020-ലാണ് ഈ ഒരു തിരോധാനം നടക്കുന്നത്. അതായത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നം, അതായത് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതായത് ഇയാളുടെ അളിയൻ്റെ അതായത് ഈ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുമുള്ള പണയം വെച്ചിട്ടുള്ള വസ്തുക്കളും ഒപ്പം പണവും ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനുശേഷം തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. അതിൽ യാതൊരുവിധ പുരോഗതിയുമില്ലാതെ ആയതോടുകൂടി കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു. അത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് നടത്തുകയും അന്വേഷണം നടത്തുക അടക്കം ചെയ്തത്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിലൊരു തുമ്പ് ലഭിച്ചില്ല എന്നാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഷയം. കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇയാളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പോലും, അല്ല എങ്കിൽ മറ്റു രീതിയിലുള്ള അപകടം നടന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയുകയായിരുന്നു. കാരണം അതോട് ചേർന്ന് തന്നെയാണ് തമിഴ്നാട് ബോർഡർ, ഈ സ്ഥലവുമായി ചേർന്ന് തന്നെയാണ് തമിഴ്നാട് അതിർത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമില്ല. അതിർത്തികളിൽ ആ സമയത്ത് കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പരിസരങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോൺ കോൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഫോൺ കോളുകളിലൊന്നും സംശയാസ്പദമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.